നമ്മൾ അടുത്ത ടോപ്പിക്ക് സെക്ഷൻ 164ഉം സെക്ഷൻ 167 ഇത് രണ്ടും നമ്മൾ ഒന്നിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് തമ്മിൽ ഒരുപാട് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. 164 is speaking about a concept of disqualification. 167 is speaking about a concept of vacation. What is the difference between disqualification and vacation? 164 ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ് ഇസ് ഹി ഈസ് നോട്ട് എലിജിബിൾ ടു ബി എ ഡയറക്ടർ. അയാൾക്ക് ഇനി വേറെ കമ്പനിയിലൊന്നും ഡയറക്ടർ ആവാൻ പറ്റൂല. ദിസ് ഇസ് 164 ഡിസ്ക്വാളിഫിക്കേഷൻ. 167 വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഓൾറെഡി ഒരു കമ്പനിയിൽ ഡയറക്ടറാണ്, അയാൾ ആ പോസ്റ്റിൽ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് വെക്കേഷൻ. സോ ഡിസ്ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഇനി വേറെ കമ്പനീസിലൊന്നും ഡയറക്ടർ ആവാൻ പറ്റൂല. ഐ എം ഡിസ്ക്വാളിഫൈഡ് ടു ബി എ ഡയറക്ടർ. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഉള്ള കമ്പനീസ് ഞാൻ വെക്കേറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് സീ, നമ്മുടെ ചാപ്റ്ററിൽ ഇനി കുറച്ച് നല്ല ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് വലുപ്പമുള്ള സെക്ഷൻ ഇനി ഇത് രണ്ടും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് ചെറിയ ടോപ്പിക്സ് ആണ്. പ്ലസ് ഈ രണ്ട് സെക്ഷൻസും അത്യാവശ്യം നല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഒരുപാട് പ്രാവശ്യം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ ഡിസ്ക്വാളിഫിക്കേഷൻ എപ്പോഴൊക്കെയാണ് ഒരു ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആവുക എന്നുള്ളത്. നൗ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സെക്ഷനിൽ നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തരാം. 164 മെയിൻലി 3 സബ്സെക്ഷൻസ് ആണുള്ളത്. സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 3. ഇത് മൂന്നും ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ സബ്സെക്ഷൻ 1 9 പോയിന്റ്സ് പറയുന്നുണ്ട് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ. ലെറ്റ്സ് സീ 164 subsection 1 states that a person shall not be appointed as a director if he is of unsound mind and stands or declared by a competent court. First point പറയുന്നത് unsound mind ആണ്. Now ഇവിടെ പറയുന്നത് he is of unsound mind. What is the meaning of he is of unsound mind? Which means ആള് presently unsound ആണ്. പണ്ട് വട്ടായ ഒരാള് സബ്സിക്വൻ്റ്ലി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ശരിയായി. അപ്പോൾ ഇനി അയാൾക്ക് ഡയറക്ടർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 164 അയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. ഇവിടെ പറയുന്നത് പ്രസന്റിൽ അൺസൗണ്ട് ആയിട്ടുള്ള ഒരാൾ, അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. പ്രസന്റ്ലി അൺസൗണ്ട് ആയിട്ടുള്ള ആൾ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഹി ഈസ്, ഇവിടെ അതേ ലാംഗ്വേജാണ് പറയുന്നത്, ഹി ഈസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്. അയാൾ ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തു, ലിക്വിഡേറ്റർ വന്നു, അയാൾ അസറ്റ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്യാണ്, ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്. ഇൻസോൾവൻസി പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് അയാൾ ഇൻസോൾവൻസി പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു, അയാൾ അസറ്റ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്ത് ക്രെഡിറ്റേഴ്സിനെല്ലാം സെറ്റിൽ ചെയ്തു. ഇൻ ദാറ്റ് കേസ് ഹി ഈസ് എ ഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്, വിച്ച് മീൻസ് ഹി ഈസ് നോ മോർ എൻ ഇൻസോൾവെന്റ്. അപ്പോൾ അയാൾക്ക് ഡയറക്ടർ ആവാം. സോ ഈ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ ഫോക്കസ് പ്രസന്റ്. ഡയറക്ടർ ആസ് ഓഫ് നൗ അൺസൗണ്ട് ആണ്, ഡയറക്ടർ ആസ് ഓഫ് നൗ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് ആണ്. In that case, he is disqualified to be a director. പിന്നെ he has applied to be adjudicated as an insolvent and his application is pending. അടിപൊളി. സെക്കൻഡ് പോയിന്റിൽ ഇൻസോൾവെന്റ് ആണെന്ന് പറഞ്ഞു. തേർഡ് പോയിന്റിൽ പറഞ്ഞു ഇൻസോൾവൻസിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു, ആപ്ലിക്കേഷൻ പെൻഡിങ് ആണ്. Now what is ഇൻസോൾവൻസി? ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരാളെ ലാബിലിറ്റീസ് അയാളെ അസറ്റ്സിനെ എക്സീഡ് ചെയ്യുക. ഞാൻ ഒരുപാട് കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്തു, വെർബൈ ആ കോൺട്രാക്ട്സിൽ എനിക്കുള്ള ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ മാത്രമുള്ള സഫീഷ്യന്റ് അസറ്റ്സ് എൻ്റെ അടുത്തില്ല. ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്ത കോൺട്രാക്ട്സ് മീറ്റ് ചെയ്യാൻ മാത്രമുള്ള സഫീഷ്യന്റ് അസറ്റ്സ് ഇല്ല. ഈ സിറ്റുവേഷനിൽ ദർ ക്യാൻ ബി 2 പോസിബിലിറ്റീസ് ഓവർ ഹിയർ. ഓക്കെ, ഒന്നെങ്കിൽ ഞാൻ തന്നെ കോർട്ട് പോയിട്ട് അപ്ലൈ ചെയ്യണം, എന്നെ ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കോർട്ട് എനിക്കൊരു ഒഫീഷ്യൽ അസൈനിനെ അപ്പോയിന്റ് ചെയ്ത് തരും. ഒരു ബേസിക്കലി ഒരു ഏജന്റ് ദാറ്റ് ദി കോർട്ട് അപ്പോയിന്റ്സ്, ഇറ്റ് ഹീസ് നോൺ ആസ് ഒഫീഷ്യൽ അസൈനി ഓർ ഒഫീഷ്യൽ റിസീവർ ഓർ എ ലിക്വിഡേറ്റർ. എനിക്ക് ഇങ്ങനെ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് തരും. ഈ ലിക്വിഡേറ്റർ എൻ്റെ എല്ലാ അസറ്റ്സും ഡിസ്പോസ് ചെയ്യും, എൻ്റെ ക്രെഡിറ്റേഴ്സിന് എല്ലാവരും സെറ്റിൽ ചെയ്യും. ഇതാണ് ഇൻസോൾവൻസി പ്രൊസീഡിങ്. ആ പ്രോസസ്സ് കഴിഞ്ഞാൽ ഞാൻ ഇൻസോൾവെന്റ് അല്ല. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ തന്നെ അപ്ലൈ ചെയ്യാണ്. ഇത് എപ്പോഴും അപ്ലൈ ചെയ്യാം, ക്രെഡിറ്റേഴ്സിന്റെ ശല്യം സഹിക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യും. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഓരോരുത്തർ വാളും വടിയൊക്കെ ആയിട്ടും പിന്നാലെ ഓടാണ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തന്നെ മടുത്തിട്ട് ഞാൻ തന്നെ കോർട്ട് പോയിട്ട് പറയണം ഞാൻ ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത്. ഓർ ദി സെക്കൻഡ് സിറ്റുവേഷൻ ഇസ്, ഫസ്റ്റ് വൺ ഇസ് ഹിംസെൽഫ് അപ്ലൈ. Himself apply. Second situation is ക്രെഡിറ്റർ അപ്ലൈ ചെയ്യുന്ന കേസിൽ എൻ്റെ ക്രെഡിറ്റേഴ്സ് പോയിട്ട് കോർട്ടിൽ അപ്ലൈ ചെയ്യണം ഞാൻ ഇൻസോൾവെന്റ് ആണ്. ഈ കേസിലും പ്രൊസീഡിങ്സ് എല്ലാം കോർട്ട് സാറ്റിസ്ഫൈഡ് ആയി ഞാൻ ഇൻസോൾവെന്റ് ആണ്. ഇൻ ദാറ്റ് കേസ് എനിക്ക് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തും ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തും ഇതേ പ്രൊസീഡിങ്സ് നടക്കും.
Now, whoever ആര് അപ്ലൈ ചെയ്താലും സബ്സിക്വൻ്റ്ലി ഞാൻ ഇൻസോൾവെൻ്റ് ആയിട്ട് കോർട്ട് എന്നെ ഡിക്ലെയർ ചെയ്താൽ പോയിന്റ് ബി പ്രകാരം ഐ എം ഡിസ്ക്വാളിഫൈഡ് ടു ബി എ ഡയറക്ടർ. ബട്ട് ഇഫ് ഐ മൈസെൽഫ് അപ്ലൈഡ്, എന്നെ ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതിൻ്റെ പ്രൊസീഡിങ്സ് ഇപ്പോൾ പെൻഡിങ് ആണ്. ഇൻ ദിസ് കേസ് ഓൾസോ ഞാൻ ഐ എം ഡിസ്ക്വാളിഫൈഡ് ടു ബി എ ഡയറക്ടർ. വിച്ച് മീൻസ് ക്രെഡിറ്റർ പോയി അപ്ലൈ ചെയ്തു, എന്നിട്ട് ഇൻസോൾവൻസി പ്രൊസീഡിങ് പെൻഡിങ് ആണ്. ഇൻ ദാറ്റ് കേസ് ഞാൻ ഡിസ്ക്വാളിഫൈഡ് അല്ല. ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ഇൻ ഡെപ്ത് ഇവിടെ പറയുന്ന പോയിന്റ്സ് എന്താണെന്നുള്ളത്. ഒന്നെങ്കിൽ ആര് അപ്ലൈ ചെയ്തിട്ടും ഞാൻ ഇൻസോൾവെന്റ് ആയിട്ട് എന്നെ ഡിക്ലെയർ ചെയ്തു, അതിന്റെ പ്രൊസീഡിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഐ എം ഡിസ്ക്വാളിഫൈഡ്. ഞാൻ തന്നെ അപ്ലൈ ചെയ്തു, എന്നെ ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം, ബട്ട് ഇതുവരെ ഡിക്ലെയർ ചെയ്തില്ല, അത് പെൻഡിങ് ആണ്. ഇൻ ദാറ്റ് കേസ് ഓൾസോ ഐ എം ഡിസ്ക്വാളിഫൈഡ്. സി ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന്, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാൾ ക്യാഷ് തരാണ്ട് എനിക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കോർട്ടിൽ. ഞാൻ ഇന്ന് പോയിട്ട് അപ്ലൈ ചെയ്യാണ്, നമ്മൾ രത്തൻ ടാറ്റ ജി. ഞാൻ പറഞ്ഞു എനിക്കൊരു 10 ലക്ഷം തരാണ്ട്, എനിക്ക് തോന്നുന്നില്ല ടാറ്റ ജിക്ക് പൈസ തരാൻ പറ്റും എന്നുള്ളതൊക്കെ. എന്നിട്ട് ഞാൻ കോർട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ കോർട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ എല്ലാവരും ഈ ഇൻസോൾവൻസി പ്രൊസീഡിംഗ് പെൻഡിങ് ആണ്, കേസ് ഒന്ന് ഫയൽ ചെയ്തിട്ടൊക്കെ എന്താ നോക്കാമല്ലോ എന്താ സംഭവിക്കാന്നുള്ളത്. ഈ ഒറ്റ കാരണം കൊണ്ട് ഇവരൊക്കെ ഇൻസോൾവെന്റ് ആയിട്ട് ഡിസ്ക്വാളിഫൈഡ് ആക്കാൻ നിന്നാൽ, ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം ലോ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾ തന്നെ പോയിട്ട് പറയാണ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എൻ്റെ ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്, എനിക്ക് സഫീഷ്യന്റ് അസറ്റ്സ് ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ അവിടെ ഈവൻ ഇഫ് പെൻഡിങ് ആണെങ്കിലും യു ആർ ഡിസ്ക്വാളിഫൈഡ്. സോ ബി വാസ് ഹി ഈസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്. അഗെയിൻ റിമെമ്പർ ഇവിടെ പ്രസന്റ് ടെൻസ് ആ പറയണത്. പിന്നെ സി പറയണത് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് എൻ ഇൻസോൾവെന്റ് ആൻഡ് ഹിസ് ആപ്ലിക്കേഷൻ ഇസ് പെൻഡിങ്. ഡി, he has been convicted by court for an offense. ഒഫൻസ് എന്ത് ടൈപ്പ് ഒഫൻസും ആവാം. മോറൽ ടെർപ്പിറ്റ്യൂഡ് ഇൻവോൾവ് ആയിട്ടുള്ള ഒഫൻസ് ആവാം, ഓർ അതർവൈസ് എന്ത് രീതിയിലുള്ള ഒഫൻസ്. മോറൽ ടെർപ്പിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സൊസൈറ്റീൻ്റെ വാല്യൂസിനൊക്കെ അഗെയിൻസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒഫൻസ് നിങ്ങൾ ചെയ്തു, കിഡ്നാപ്പ് ചെയ്തു, മർഡർ ചെയ്തു, തെഫ്റ്റ്, റേപ്പ്. അപ്പോൾ ബേസിക്കലി മോറൽ ടെർപ്പിറ്റ്യൂഡ് സൊസൈറ്റിക്ക് അഗെയിൻസ്റ്റ് ഓർ അതർവൈസ്. സോ ബേസിക്കലി എന്ത് ഒഫൻസും നിങ്ങൾ കൺവിക്റ്റഡ് ആയി, ദാറ്റ് ഇസ് എ മെയിൻ പോയിന്റ് ഓവർ ഹിയർ. യു ഹാവ് ബീൻ കൺവിക്റ്റഡ് ബൈ കോർട്ട് ഫോർ എൻ ഒഫൻസ് ആൻഡ് സെന്റൻസ് ടു ഇംപ്രിസൺമെന്റ് ഫോർ നോട്ട് ലെസ് ദാൻ 6 months. അതായത് അറ്റ്ലീസ്റ്റ് 6 മാസത്തേക്ക് നിങ്ങളെ ജയിലിൽ പറഞ്ഞയച്ചു. ഇൻ ദാറ്റ് കേസ് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് എ പീരിയഡ് ഓഫ് 5 years ഹാസ് നോട്ട് ലാപ്സ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് സെന്റൻസ്. ഇവിടെ പറയണത് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ട് നിങ്ങളെ 6 മാസത്തേക്ക് ജയിലിൽ പറഞ്ഞയച്ചാൽ പിന്നെ നിങ്ങൾ 5 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈഡ് ആണ്. ദിസ് ഇസ് ഡിസ്ക്വാളിഫിക്കേഷൻ കോളം, ദിസ് ഇസ് പ്രിസന്റെ കോളം. 6 മാസത്തേക്ക് ജയിലിൽ പോയാൽ യു ആർ ഡിസ്ക്വാളിഫൈഡ് ഫോർ 5 years. യു കനോട്ട് ബി എ ഡയറക്ടർ ഫോർ 5 years. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് 7 years നിങ്ങൾ ഇംപ്രിസൺമെന്റ് പോയാൽ ലൈഫ് ടൈം ഡിസ്ക്വാളിഫൈഡ് ആണ്. അത് അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്. സോ റിമെമ്പർ ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. 6 months ഇംപ്രിസൺമെന്റിന് 5 വർഷം ഡിസ്ക്വാളിഫിക്കേഷൻ, 7 വർഷം ഇംപ്രിസൺമെന്റിന് ലൈഫ് ടൈം ഡിസ്ക്വാളിഫൈഡ്. ഇനി ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുക, then we'll come back to this point. He has been convicted by court for an offense. കൺവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ടു കേട്ടോ. ഒരാൾ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് ഒഫൻസ് തെളിയിച്ചിട്ടില്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്നില്ല. തെളിയിക്കപ്പെട്ടു, കൺവിക്റ്റഡ് കോർട്ടിൽ, വാട്ട് എവർ മേ ബി ദ ഒഫൻസ്, ആൻഡ് നിങ്ങളെ പ്രിസണിൽ പറഞ്ഞയച്ചു ഫോർ 6 months, നോട്ട് ലെസ് ദാൻ 6 months, അതായത് 6 months ഓർ മോർ. എ പീരിയഡ് ഓഫ് 5 years ഹാസ് നോട്ട് ലാപ്സ് ഫ്രം ദി എക്സ്പയറി ഓഫ് ദ സെന്റൻസ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടില്ല, ഓർ ഇൻ അതർ വേർഡ്സ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ 5 വർഷം വരെ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ, ഈ 5 years ഡിസ്ക്വാളിഫിക്കേഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? കോർട്ടിൽ നിന്ന് ഓർഡർ വന്ന ഡേറ്റിൽ നിന്നാണോ അതോ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണോ എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. എക്സ്പയറി ഓഫ് സെന്റൻസ് പറഞ്ഞാൽ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് 5 വർഷത്തേക്കാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. 5 years ഹാസ് നോട്ട് ലാപ്സ്ഡ് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് സെന്റൻസ് പറഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടില്ല, വിച്ച് മീൻസ് ആ 5 വർഷം വരെ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇവിടെ ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഓർഡർ വന്ന ഡേറ്റിൽ നിന്നല്ല നമ്മൾ 5 വർഷം കൗണ്ട് ചെയ്യുന്നത്. നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഡേറ്റിൽ നിന്നാണ് നമ്മൾ പിന്നെ 5 വർഷം കൗണ്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഓഡിറ്റേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഏതിൽ? 141 സബ്സെക്ഷൻ 3. അവിടെയും സിമിലർ കോൺസെപ്റ്റ് ഉണ്ട്. കോർട്ടിൽ നിന്ന് കൺവിക്റ്റഡ് ആയി ഫോർ ഫ്രോഡ്. നമ്മൾ ഇതിപ്പോൾ ആരതാ പറയണത്? വി ആർ ഡിസ്കസിങ് അബൌട്ട് ഓഡിറ്റർ. കോർട്ടിൽ നിന്ന് കൺവിക്റ്റഡ് ആയി ഫോർ ഫ്രോഡ്, 10 years ഡിസ്ക്വാളിഫൈഡ് എന്നാണ് പറയുന്നത്.
ഡിസ്ക്വാളിഫൈഡ് ടു ബി ആൻ ഓഡിറ്റർ ഫോർ 10 years. ബട്ട് അവിടെ 10 years സ്റ്റാർട്ട് ചെയ്യുന്നത് കോർട്ടിൽ നിന്ന് ഓർഡർ വന്ന ഡേറ്റിൽ നിന്നാണ്. ഓർ ഇൻ അതർ വേർഡ്സ്, ഇഫ് കോർട്ടിൽ നിന്ന് നിങ്ങൾ ഫ്രോഡ് ചെയ്തതിന് 6 വർഷത്തേക്കാണ് നിങ്ങൾ ജയിലിൽ പറഞ്ഞയച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഡിസ്ക്വാളിഫിക്കേഷൻ ഇനി 4 years ഉള്ളൂ. കാരണം ഓർഡർ വന്ന ഡേറ്റിൽ നിന്നാണ് 10 years നമ്മൾ കൗണ്ട് ചെയ്യുക. ബട്ട് ഇവിടെ ഡയറക്ടറിന്റെ കേസിൽ സ്പെസിഫിക്കലി പറയണത്, നിങ്ങൾ ഓർഡർ വന്നു, നിങ്ങൾ ജയിലിൽ പോയി, ആ ജയിൽ കഴിഞ്ഞിട്ട് പിന്നെ 5 വർഷം ഡിസ്ക്വാളിഫിക്കേഷൻ, ജയിലിലുള്ള പീരീഡ് ഡിസ്ക്വാളിഫിക്കേഷനിൽ കൗണ്ട് ചെയ്യുന്നില്ല. ഈ പീരീഡാണ് നമ്മൾ നോക്കുന്നത്. ദിസ് പീരീഡ് ഇസ് നോട്ട് കൗണ്ടഡ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ഇത് ബേസിക്കലി രണ്ടും കൺഫ്യൂസ് ആവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്ററിന്റെ പോയിന്റ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സാറേ അതൊന്നും പറയേണ്ട ആവശ്യമില്ല സാറേ, അതൊക്കെ നമ്മൾ ഇന്റർവ്യൂവിൽ പഠിച്ചു, അതൊക്കെ വിട്ടു, ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് കൺഫ്യൂഷൻ ആവുന്നത്. വാട്ടെവർ. സോ ഇവിടെ 5 years ഡിസ്ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ 6 months. ഏത് അല്ല, ജയിലിന്റെ പീരീഡ് കഴിഞ്ഞിട്ട് 5 years. ജയിലിലേക്ക് 6 മാസം മിനിമം. 6 മാസത്തിന്റെ താഴെയുള്ള എന്തെങ്കിലും ജയിലിലേക്ക് പോണ ഒഫൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആവുന്നില്ല. ഇവിടെ 6 മാസം മിനിമം, മാക്സിമം 7 വർഷം. ഏത് ജയിലിന്റെ പീരീഡ് അങ്ങനെയാണെങ്കിൽ 5 വർഷം ഡിസ്ക്വാളിഫൈഡ്. 7 വർഷം ജയിലിൽ പോയി ലൈഫ് ടൈം ഡിസ്ക്വാളിഫൈഡ്. നമ്മളെ സത്യമിന്റെ കേസിൽ, സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ കേസിൽ, സത്യം കമ്പ്യൂട്ടേഴ്സിൽ എന്താ ഉണ്ടായത്, ഇന്ത്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഐ ടി കമ്പനീസ് 2009 പൊളിയാണ്. അപ്പോൾ സംഭവിച്ചത് എന്താ, കമ്പനി ബേസിക്കലി അവരുടെ അക്കൗണ്ട്സിൽ കാര്യങ്ങളൊക്കെ ഫേക്ക് അക്കൗണ്ട്സ്, ബേസിക്കലി എല്ലാം പ്രോഫിറ്റ് ഒക്കെ കൂട്ടി കാണിച്ചു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടി പ്രോഫിറ്റ് കൂട്ടി കാണിച്ചു. പ്രോഫിറ്റ് കൂടുതലാണെന്നുള്ള ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് കൂട്ടി കാണിച്ചു. വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് കൂടുതലാണെന്നുള്ള ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കമ്പനിയിൽ ഫേക്ക് എംപ്ലോയീസ്, ഇല്ലാത്ത എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു. ബേസിക്കലി ഒരു നല്ലൊരു അടിപൊളി അക്കൗണ്ടിങ് ഫ്രോഡാണ് ചെയ്തത്. ഇങ്ങനെ ഫ്രോഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് 5000 കോടിന്റെ ലോസ് ആണ് സത്യം കമ്പ്യൂട്ടേഴ്സിൽ ഉണ്ടായത്. 5000 CR. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് IT കമ്പനീസ് പൊളിയാണ്. അതായത് ഒരു ദിവസം ഇതിന്റെ മെയിൻ നമ്മളെ രാമലിംഗ രാജു മൂപ്പരനെ ഒരു ദിവസം പുറത്ത് വന്നിട്ട് പറയണം ഇങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ്. രാമലിംഗ രാജുവിന് അന്ന് ട്രൈബ്യൂണൽ ഹിയറിങ് ജയില് ജഡ്ജ്മെന്റിൽ പാസ് ചെയ്തത് 7 വർഷമാണ് ഇംപ്രിസൺമെന്റ് കൊടുത്തത്. 7 വർഷം കൊടുത്താൽ ഒരാൾ ലൈഫ് ടൈം ഹീസ് ഡിസ്ക്വാളിഫൈഡ് ടു ബി എ ഡയറക്ടർ. പറയേണ്ട ആവശ്യമില്ല, നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ജഡ്ജ്മെന്റ് സമയത്ത് ട്രൈബ്യൂണൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഇംപ്രിസൺമെന്റ് 7 വർഷം വരെ നിങ്ങളെ ഞാൻ ജയിലിൽ പറഞ്ഞേക്കാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് 7 വർഷം ജയിൽ തരുന്നത്? സോ ദാറ്റ് ഇനി ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പാടില്ല, അതുകൊണ്ടാണെന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ട് ജയിലിൽ പറഞ്ഞയച്ചു. ലൈഫ് ടൈം ഡിസ്ക്വാളിഫൈഡ്. ശവത്ത് കുത്ത പറയില്ല. അപ്പോൾ റിമൂവ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. 7 വർഷം ജയിലിൽ പോയാൽ ലൈഫ് ടൈം, 6 മാസം ജയിലിൽ പോയാൽ 5 വർഷം ഡിസ്ക്വാളിഫൈഡ്. സെന്റൻസ് ഒന്നുകൂടി വായിക്കാം. He has been convicted by a court for an offence whether involving moral turpitude or otherwise and sentenced to imprisonment for not less than 6 months and a period of 5 years has not lapsed from the date of expiry of sentence. However, in case a person has been convicted for any offence and sentenced in respect thereof for imprisonment for a period of 7 years or more, he shall not be eligible to be appointed as a director in any company. He shall not be eligible to be appointed as a director. എത്ര കാലം എന്ന് പറഞ്ഞിട്ടില്ല, which means lifetime. മേലത്തെ കേസിൽ 6 മാസം ജയിലിൽ പോയാൽ സെന്റൻസ് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്, വിച്ച് മീൻസ് ആ 5 വർഷം വരെ ഡിസ്ക്വാളിഫൈഡ് ആണ്. 5 വർഷം എലാപ്സ്ഡ് ആയാൽ പിന്നെ അയാൾ ഡിസ്ക്വാളിഫൈഡ് അല്ല, വിച്ച് മീൻസ് ഓവർ ദെയർ ഇറ്റ് വാസ് 5 years ഡിസ്ക്വാളിഫിക്കേഷൻ. 7 years ജയിലിൽ പോയാൽ ലൈഫ് ടൈം ഡിസ്ക്വാളിഫിക്കേഷൻ. പിന്നെ an order disqualifying him to be appointed as a director has been passed by any court or tribunal. കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ സ്പെസിഫിക്കലി ഓർഡർ പാസ് ചെയ്തു, ഇയാളെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് ഡയറക്ടർ ആവാൻ പറ്റില്ല, ഡിസ്ക്വാളിഫൈഡ് എന്നുള്ള ഓർഡർ പാസ് ചെയ്തു. ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ കാണാൻ പോകട്ടെ. നമുക്ക് വി ഹാവ് എ ചാപ്റ്റർ നോൺ ആസ് പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ്. അവിടെ വി ആർ ഗോയിങ് ടു സീ ട്രൈബ്യൂണലിന് ഓർഡർ പാസ് ചെയ്യാൻ പറ്റും ഡയറക്ടറിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ള. സോ ഇങ്ങനെ എന്തെങ്കിലും ഓർഡർ പാസ് ചെയ്തു ദാറ്റ് ദിസ് പെർട്ടിക്കുലർ ഡയറക്ടർ ഇസ് ഡിസ്ക്വാളിഫൈഡ്, ഇൻ ദാറ്റ് കേസ് ഹി ഈസ് ഡിസ്ക്വാളിഫൈഡ്. ഹി ഹാസ് നോട്ട് പെയ്ഡ് എനി കോൾസ്. നമ്മളെ പെർട്ടിക്കുലർ ഡയറക്ടർ കമ്പനിയിലെ ഷെയർ ഹോൾഡറും കൂടിയാണ്. കമ്പനി അമൗണ്ട് കോൾ ചെയ്തു, അരിയേഴ്സ് കോൾ ചെയ്തു,
ഡയറക്ടർ പൈസ അടച്ചില്ല, നല്ല അടിപൊളി ഡയറക്ടർ, കമ്പനി റൺ ചെയ്യുന്ന ആൾക്കാരാണ്, എന്നിട്ട് ഓരെന്നെ പൈസ അടച്ചില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇവരാണ് ബേസിക്കലി ഷെയർ ഹോൾഡേഴ്സിനോട് പൈസ ചോദിക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഓരെന്നെ കൊടുക്കണില്ല. അപ്പൊ പിന്നെ കമ്പനിയുടെ അവസ്ഥ പറയണ്ടല്ലോ. നൗ സി ഡയറക്ട്ലി ബിക്കോസ് കോൾസ് ആർ ഇൻ അരിയേഴ്സ് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവില്ല. ഹി ഹാസ് നോട്ട് പെയ്ഡ് എനി കോൾസ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഷെയർസ് ഓഫ് ദി കമ്പനി ഹെൽഡ് ബൈ ഹിം ആൻഡ് 6 months ഹാസ് elapsed ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഫിക്സഡ് ഫോർ ദി പേയ്മെന്റ്. നമുക്കൊരു ഡ്യൂ ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അമൗണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ടൈം തന്നിട്ടുണ്ട്, ആ ഡ്യൂ ഡേറ്റും കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, യു ആർ ഡിസ്ക്വാളിഫൈഡ്. പിന്നെ ഒരു സെന്റൻസ് പറയണത് വലിയ റിലവൻ്റ് സെന്റൻസ് അല്ല. അതിൽ പറയണത് ആ ഷെയർസ് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്താലും നിങ്ങൾ ജോയിന്റ്ലി വേറെ ആരെങ്കിലും കൂടെ ഹോൾഡ് ചെയ്താലും, വെദർ യു ആർ എ ജോയിന്റ് ഹോൾഡർ ഇൻ ദാറ്റ് ഷെയർ ഓർ യുവർ സെൽഫ് ഹോൾഡിംഗ് ദാറ്റ് ഷെയർ, ദാറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. കോൾസ് ആൻഡ് അരിയേഴ്സ് ആണ്, 6 മാസം കഴിഞ്ഞു ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഡിസ്ക്വാളിഫൈഡ്. ദാറ്റ് വാസ് എഫ്. ജി, ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ഫോർ എൻ ഒഫൻസ്. ഏത് 188 ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് 188 നിങ്ങൾ എന്തെങ്കിലും ഒഫൻസിന് കൺവിക്റ്റഡ് ആയി അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലാസ്റ്റ് 5 years. നൗ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താ? അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലാസ്റ്റ് 5 years എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിന് 188 നിങ്ങൾ കൺവിക്റ്റഡ് ആയാൽ അടുത്ത 5 വർഷം വരെ ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഒരു പ്രാവശ്യം നിങ്ങൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിന് കൺവിക്റ്റഡ് ആയാൽ, ഒഫൻസിൽ കൺവിക്റ്റഡ് ആയാൽ അടുത്ത 5 വർഷം വരെ ഡിസ്ക്വാളിഫൈഡ് ആണ്. ലോ മേക്കേഴ്സ് ഇവിടെ ബാക്ക്വേർഡ് ലാംഗ്വേജാണ് പറയണത്. അതായത് നിങ്ങൾ 2021 ഫിനാൻഷ്യൽ ഇയറിൽ ഡിസ്ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കണമെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിൽ കൺവിക്റ്റഡ് ആയിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. 1920, 18-19, 17-18, 16-17, 15-16 ഈ വർഷത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൺവിക്റ്റഡ് ആയിട്ടുണ്ടോ നോക്കും. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷം കൺവിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. അസ്യൂം ഞാൻ 15-16 ഞാൻ കൺവിക്റ്റഡ് ആയിരുന്നു, വിച്ച് മീൻസ് ഈ വർഷം ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. വാട്ട് അബൌട്ട് 21-22? ദിസ് ഇസ് കൺവിക്റ്റഡ്. ഓക്കെ, ഈ എഴുതിയത് അപ്പോൾ 21-22 ആകുമ്പോൾ അതിന്റെ പ്രീവിയസ് 5 years 1, 2, 3, 4, 5 ഇല്ല, വിച്ച് മീൻസ് ഐ എം നോട്ട് ഡിസ്ക്വാളിഫൈഡ്. ഈ സാധനം നമ്മൾ മുന്നോട്ട് എങ്ങനെ പറയാ? 15-16 നിങ്ങൾ കൺവിക്റ്റഡ് ആയാൽ അടുത്ത 5 വർഷം വരെ ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ലോ മേക്കേഴ്സ് ബാക്ക്വേർഡ് പറയാം, നമ്മളത് മുന്നോട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഇയറിലും നമ്മൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷം ഡിസ്ക്വാളിഫൈഡ് കൺവിക്റ്റഡ് ആയിട്ടുണ്ടോ നോക്കും. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ഫോർ എൻ ഒഫൻസ് ഡീലിംഗ് വിത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ലാസ്റ്റ് പ്രിസീഡിംഗ് 5 years, or he has not complied with 152. DIN എടുത്തില്ല, DIN ഇല്ല, you are disqualified. DIN ന്റെ പ്രൊവിഷൻസ് പെൻഡിങ് ആണ് 152 തൊട്ട് 159 വരെ. we need to discuss. പിന്നെ ഏതാ സെക്ഷൻ പെൻഡിങ്? പിന്നെ 151 നമ്മൾ പറഞ്ഞിട്ടില്ല, സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ, അതും പെൻഡിങ് ആണ്. പിന്നെ ക്ലോസ് ഐ, ഇത് പുതിയതായിട്ട് വന്നൊരു പോയിന്റ് കേട്ടോ. ഇത് കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019 ആഡ് ചെയ്ത പോയിന്റ് ആണ്. He has not complied with the provisions of 165 relating to holding specified number of directorship. ഒരാൾക്ക് അറ്റ് എ ടൈം എത്ര കമ്പനീസിൽ ഡയറക്ടർ ആവാം മാക്സിമം എന്നുള്ളതാണ് 165 ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ടോപ്പിക്കാണ്, ബട്ട് ഞാൻ ഓൾറെഡി ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരാൾക്ക് അറ്റ് എ ടൈം 20 കമ്പനീസിൽ ഡയറക്ടർ ആവാം. ഈ 20 കമ്പനീസിൽ പബ്ലിക് കമ്പനീസ് മാക്സിമം 10 ആണ്. ഔട്ട് ഓഫ് ദിസ് 20 മാക്സിമം 10 പബ്ലിക് കമ്പനി. Now, this is what is being mentioned in 165. At a time നിങ്ങൾക്ക് 20 കമ്പനീസിൽ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ കുറെ എക്സെപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഡയറക്ടർഷിപ്പ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാത്ത കമ്പനീസ് ഒക്കെ പറയുന്നുണ്ട്. സെക്ഷൻ 8 കമ്പനി, ഡോർമെൻ കമ്പനി, ഇതൊന്നും 20ന്റെ കൗണ്ടിൽ കൺസിഡർ ചെയ്യൂല എന്ന് പറഞ്ഞു. സെക്ഷൻ 8 കമ്പനി ചാരിറ്റബിൾ കമ്പനിയാണ്. സെക്ഷൻ 8 കമ്പനിക്ക് മാക്സിമം ഡയറക്ടർഷിപ്പ് 15 എന്നുള്ള പ്രൊവിഷനും ആപ്ലിക്കബിൾ അല്ല. ഇത് 149 സബ്സെക്ഷൻ 1 ക്ലോസ് ബിയിൽ നമ്മൾ പ്രൊവിസോ പറഞ്ഞിരുന്നു. കമ്പനിക്ക് മാക്സിമം 15 എന്നുള്ള പ്രൊവിഷനും സെക്ഷൻ 8 ആപ്ലിക്കബിൾ അല്ല. ഒരു ഇൻഡിവിജ്വലിന് അറ്റ് എ ടൈം 20 കമ്പനീസിൽ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ എന്നുള്ള പ്രൊവിഷനും ആപ്ലിക്കബിൾ അല്ല. കാരണം നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഞാൻ
എനിക്ക് മാക്സിമം 20 കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. അതിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയിൽ ഞാൻ ഡയറക്ടർ ആകുമ്പോൾ ബേസിക്കലി അവിടെ ഒരു സർവീസ് ഓറിയന്റഡ് എന്നുള്ള നിലക്കാണ് ഞാനും ഡയറക്ടറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സർവീസ് സെക്ടറിൽ നിങ്ങൾ ഈ ഒരു ലിമിറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, എന്നെ അതിൽ കൗണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ പറഞ്ഞു ഡോർമെന്റ് കമ്പനി, കാര്യമായിട്ട് ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത കമ്പനി ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഡയറക്ടർ ആണെന്ന് പറയണതുകൊണ്ട് അതിന്റെ ലിമിറ്റിൽ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്തായാലും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, എന്റെ ബാക്കിയുള്ള കമ്പനീസിൽ ഫോക്കസ് ചെയ്യാൻ ഇതെന്നെ എഫക്ട് ചെയ്യുന്നില്ല. സോ ഇത് രണ്ടും നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. വാട്ട് എവർ, ആസ് ഓഫ് നൗ ആ പോയിന്റ് അവിടെ പെൻഡിങ് വെക്കുക. കാരണം 165 നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ചെറിയൊരു ടോപ്പിക്കാണ്. ആസ് ഓഫ് നൗ റിമെമ്പർ 20 കമ്പനീസ് ആണ് 165 പറയുന്നത് മാക്സിമം. അതിൽ തന്നെ 10 പബ്ലിക് കമ്പനി. അപ്പോൾ അത് നിങ്ങൾ വയലേറ്റ് ചെയ്താൽ യു ആർ ഡിസ്ക്വാളിഫൈഡ്. ബേസിക് ക്വസ്റ്റ്യൻ ദാറ്റ് മൈറ്റ് അറൈസസ്, ഒരാളിപ്പോ അസ്യൂം 25 കമ്പനീസിൽ ഡയറക്ടറായി. ഡിസ്ക്വാളിഫൈഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ദാറ്റ് മീൻസ് ഐ കനോട്ട് ബി എ ഡയറക്ടർ ഇൻ അനദർ കമ്പനി. വേറൊരു കമ്പനിയിൽ എനിക്ക് ഡയറക്ടർ ആവാൻ പറ്റില്ല എന്നല്ലേ പറയണുള്ളൂ. കാൺട്ട് ബി ഡയറക്ടർ ഇൻ അനദർ കമ്പനി. ബട്ട് ഇയാളെ പോയിന്റ് ഓഫ് വ്യൂ, ഇയാൾ ഓൾറെഡി 25 കമ്പനീസ് ഡയറക്ടർ ആയിട്ട് ഇയാൾ ചോദിക്കണം, ഇനിയിപ്പോൾ എന്താ, ഇനി കമ്പനിയിൽ ആവാൻ പറ്റിയില്ലെങ്കിൽ എന്താ കുഴപ്പം, ഞാൻ ഓൾറെഡി 25 കമ്പനീസിൽ ഡയറക്ടറായി, സോ വാട്ട്. അപ്പോൾ പിന്നെ വാട്ട് ഈസ് ദ റെലവൻസ്? ഇത് പുതിയതായിട്ട് വന്നൊരു പോയിന്റാണ്. ക്ലോസ് ഐ കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019 ആഡ് ചെയ്തതാണ്. സോ വാട്ട് ഈസ് ദ റെലവൻസ്? ഓൾറെഡി 25 കമ്പനീസിൽ ഡയറക്ടർ ആയല്ലോ. ഡസ് ഹി നീഡ് ടു വെക്കേറ്റ് ഫ്രം ദീസ് കമ്പനീസ്, എക്സസ് കമ്പനീസ് എന്നുള്ള ക്വസ്റ്റ്യന് അത് നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെക്കേഷൻ പറയുന്നത് 167ലാണ്. 167 we are going to study. ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആയാൽ ഓട്ടോമാറ്റിക്കലി അയാൾ വെക്കേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ് ഇൻ 167 വെക്കേഷൻ. ദിസ് വാസ് 164 ഡിസ്ക്വാളിഫിക്കേഷൻ. 167 വെക്കേഷനിലെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിക്കാം. then we will come back to this. Office of a director shall become vacant in case he incurs any disqualification specified in 164. 164 പറഞ്ഞ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ നിങ്ങളിൽ അട്രാക്ട് ആയാൽ, ഇമ്പോസ്ഡ് ആയാൽ നിങ്ങൾ വെക്കേഷനും ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ആവും. സോ ഇവിടെ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി എന്ന് പറയുമ്പോൾ, ഞാൻ 25 കമ്പനീസിൽ ഡയറക്ടറാണ്, ഡിസ്ക്വാളിഫൈഡ് ആയി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വെക്കേഷനും വന്നു. പോരാത്തിന് അതിന്റെ പണിഷ്മെന്റ് വേറെ. അതില്ലാന്നുണ്ടെങ്കിൽ പണ്ടത്തെ പ്രൊവിഷൻ എന്തായിരുന്നു? ആദ്യം ഈ പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻ വാസ്, ഒരാൾ ഓൾറെഡി പല കമ്പനീസിൽ ഡയറക്ടറായി, ഇനി എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഫീസ് മാത്രം, ഫൈന് മാത്രം അടച്ചാൽ മതി, അതിന്റെ പണിഷ്മെന്റ് ഞാൻ ഐ വിൽ ബി ലയബിൾ ഫോർ ദ പണിഷ്മെന്റ്, പിന്നെ എനിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പോൾ സ്പെസിഫിക്കലി കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019 പോയിന്റ് ആഡ് ചെയ്തിട്ട് പറഞ്ഞു 165 അട്രാക്ട് ആയാൽ ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആയി, ക്ലോസ് ആയി. വാട്ട് ഈസ് കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019? കമ്പനീസ് ആക്ട് 2013 പാർലമെന്റ് പാസ് ചെയ്ത ഒരു ആക്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പാർലമെന്റ് പുതിയൊരു ആക്ട് പാസ് ചെയ്യണം. ഒരു വേർഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒരു ക്ലോസ് ആഡ് ചെയ്തു, ഒരു ക്ലോസ് ഒമിറ്റ് ചെയ്തു, വാട്ട് എവർ യു നീഡ് ടു ഡു, പാർലമെന്റ് പാസ് ചെയ്ത ഒരു ആക്ടിൽ ഒരു അമെൻമെന്റ് വരുത്തണമെങ്കിൽ പാർലമെന്റ് പുതിയൊരു ആക്ട് പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്ത ആക്ടാണ് കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019. അപ്പോൾ ഇതിലുള്ള പല അമെൻമെന്റ്സും വി ആർ ഓൾറെഡി ഡിസ്കസിങ് അലോങ് വിത്ത് ദ ടോപ്പിക്സ്. അമെൻമെന്റ്സ് ഞാൻ പാരലലി അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇത് അമെൻമെന്റ് ആണ് എന്നുള്ളത്. സോ all these were the points regarding disqualification. എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞ് ഒരു റൗണ്ട് ഒന്നുകൂടി റീഡിംഗ് കൊടുക്കുക. 164 സബ്സെക്ഷൻ 1 പറഞ്ഞത് 9 പോയിന്റ്സ് ഉണ്ട്. സബ്സെക്ഷൻ 1 ടോട്ടൽ 3 ഡിസ്ക്വാളിഫിക്കേഷൻ സബ്സെക്ഷൻസ് ഉള്ളത്. സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 3 ആയാലും സബ്സെക്ഷൻ 1 9 പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ് അൺസൗണ്ട് മൈൻഡ്, അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്, ഇൻസോൾവൻസിക്ക് അയാൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അത് പെൻഡിങ് ആണ്. കൺവിക്റ്റഡ് ബൈ കോർട്ട്, 6 മാസത്തിന് കൺവിക്റ്റഡ് ആയാൽ 5 വർഷം ഡിസ്ക്വാളിഫിക്കേഷൻ, 7 വർഷം കൺവിക്റ്റഡ് ആയാൽ ലൈഫ് ടൈം ഡിസ്ക്വാളിഫിക്കേഷൻ. ഡിസ്ക്വാളിഫിക്കേഷൻ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക? ജയിൽ കഴിഞ്ഞിട്ട്, സെന്റൻസ് കഴിഞ്ഞിട്ട്. പിന്നെ ക്ലോസ് ഡി ആണ് ഇപ്പൊ നമ്മൾ വായിച്ച്. ക്ലോസ് ഡിയും ക്ലോസ് ഇയും ക്ലോസ് ജിയും, ദിസ് ഹാസ് സംതിങ് ടു ഡു വിത്ത് കോർട്ട് ഓർഡർ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡർ. ക്ലോസ് ഡി, ക്ലോസ് ഇ, ക്ലോസ് ജി. ഇയിൽ എന്താ പറഞ്ഞത്? കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡർ വന്നു, ഇയാൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. ജിയിലോ he has been convicted for related party 188. we are coming back to these points. okay, ഈ ക്ലോസ് ഡി, ക്ലോസ് ഇ, ക്ലോസ് ജി, ഈ 3 പോയിന്റ്സും ഒന്ന് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എഫിൽ പറഞ്ഞ കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. 6 മാസം കഴിഞ്ഞു, പൈസ അടക്കാനുള്ള ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ അടച്ചിട്ടില്ല, യു ഡിസ്ക്വാളിഫൈഡ്. പിന്നെ എച്ച് പറഞ്ഞത് ഡിന്നില്ല. ഐ പറഞ്ഞത് ഡയറക്ടർഷിപ്പിന്റെ ലിമിറ്റ് 165 സെക്ഷൻ.
നൗ ക്ലോസ് ഡി, ക്ലോസ് ഇ, ക്ലോസ് ജി, കോർട്ടിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ഒരു ഇതാണ്. നമുക്ക് ഇപ്പോൾ എനിക്കെതിരെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പീൽ പോകാൻ പറ്റും അതിൻ്റെ ഹയർ അതോറിറ്റിൻ്റെ അടുത്ത്. സോ എ ബേസിക് ക്വസ്റ്റ്യൻ ദാറ്റ് അറൈസസ് ഇസ്, ഞാൻ അപ്പീൽ പോയാൽ എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ലിഫ്റ്റ് ആവുമോ? എനിക്കെതിരെ ഒരാൾ കേസ് ഫയൽ ചെയ്തു, ഞാൻ എന്തെങ്കിലും ഒഫൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഞാൻ കൺവിക്റ്റഡ് ആയും ചെയ്തു. Now the basic point is ഞാൻ 164 ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആവും. വാട്ട് ഇഫ് ഐ ഹാവ് ഫയൽഡ് ആൻ അപ്പീൽ? അപ്പോൾ അതിൻ്റെ ഹിയറിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ പീരീഡ് വരെ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവുമോ എന്ന് ചോദിച്ചാൽ ദി ആൻസർ ഇസ് യെസ്, ഐ എം സ്റ്റിൽ ഡിസ്ക്വാളിഫൈഡ്. ഇതിവിടെ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റിൽ പേജ് നമ്പർ 1.31 നോട്ട് കൊടുത്തിട്ടുള്ളത്. In terms of proviso to section 164 subsection 3, the disqualifications referred in clause D, clause E, clause G of subsection 1 shall continue to apply even if the appeal or petition has been filed against the order of conviction or disqualification. നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ബട്ട് ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് അസ്യൂം, സി ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ there is a particular company known as SU Limited where I am already a director. There is another company known as RAM Limited where they want to appoint SU. Want to appoint SU. ഇവർ എന്നെ അപ്പോയിന്റ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് കോർട്ടിൽ നിന്ന് ഓർഡർ വരുന്നത്, SU കൺവിക്റ്റഡ് ആണ്, ഒഫൻസ് ചെയ്തു എന്നുള്ളത്. Now, a basic question that arises is, can they appoint me? The answer is no, because I am disqualified under section 164. What about the company where I am a director? ഞാൻ ഇവിടെ ഡയറക്ടറാണ്, അവിടുന്ന് ഞാൻ വെക്കേറ്റ് ചെയ്യേണ്ടി വരുമോ? സി ഇൻ രാം ലിമിറ്റഡിൻ്റെ കേസിൽ ഈവൻ ഇഫ് ഐ ഹാവ് ഫയൽഡ് ആൻ അപ്പീൽ, ഞാൻ ഇവിടെ കൺവിക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഇതിന് അഗെയിൻസ്റ്റ് ഞാൻ അപ്പീലും ഫയൽ ചെയ്തു കേട്ടോ. ഇപ്പൊ അപ്പീലിന്റെ ഹിയറിംഗ് പെൻഡിങ് ആണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. ബട്ട് ഫസ്റ്റ് ഞാൻ ഒഫൻസ് ചെയ്തു എന്ന് ഒരു കോർട്ടിൽ നിന്ന് ഓർഡർ വന്നു, ഞാൻ അതിന് അഗേൻസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്തു. അപ്പോൾ ഈ അപ്പീൽ ഫയൽ ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ഇനി രാം ലിമിറ്റഡിൽ ഡയറക്ടർ ആവാൻ പറ്റുമോ? ഐ കനോട്ട് ബി എ ഡയറക്ടർ. കാരണം 164 ക്ലിയർലി പറയുന്നുണ്ട്, നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്താലും യു കനോട്ട് ബി എ ഡയറക്ടർ. 167 പ്രകാരം ഞാൻ ഓൾറെഡി ഡയറക്ടർ ആയിട്ടുള്ള SU ലിമിറ്റഡ് ഞാൻ വെക്കേറ്റ് ചെയ്യേണ്ടി വരുമോ? ദി ആൻസർ ഇസ് ഐ നീഡ് നോട്ട് വെക്കേറ്റ് ഇഫ് ഐ ഹാവ് ഫയൽഡ് ആൻ അപ്പീൽ. അത് 167 ക്ലിയർലി പറയുന്നുണ്ട്. നിങ്ങൾ കൺവിക്റ്റഡ് ആയോ, നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഡീറ്റെയിൽ പ്രൊവിഷൻ നമ്മൾ 167 പഠിക്കും. ബട്ട് ആസ് ഓഫ് നൗ ജസ്റ്റ് ചെക്ക് ദിസ് മച്ച് സെന്റൻസ്. ഒരു ചെറിയൊരു സെന്റൻസ് മാത്രം അവിടെ വായിച്ചിട്ട് വിൽ കം ബാക്ക് ടു ദിസ്. ഇത് 167 ആട്ടോ വെക്കേഷന്. ഞാൻ ഇതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് രണ്ടും ലിങ്ക് ചെയ്തെടുക്കാന്ന് പറഞ്ഞത്. കാരണം രണ്ടും തമ്മിൽ ഒരുപാട് റിലേഷൻ ഉണ്ട്. 167 കോർട്ട് ഓർഡർ, കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡറിന്റെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. പിന്നെ കൺവിക്റ്റഡ് ഫോർ എനി ഒഫൻസ് 6 മാസം ഇംപ്രിസൺമെന്റ് എന്നുള്ള പോയിന്റ് ഒക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ദ ഓഫീസ് ഷാൽ നോട്ട് ബി വെക്കേറ്റഡ് ഇൻ കേസ് ദ ഓർഡേഴ്സ് റെഫേർഡ് ഇൻ ക്ലോസ് ഇ ആൻഡ് എഫ് ഫോർ എ പീരീഡ് ഓഫ് 30 days, 30 days, 7 days ഉള്ള കോൺസെപ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇതെന്താ സംഭവം നമ്മൾ ഈ സെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആസ് ഓഫ് നൗ റിമെമ്പർ, ഇത്രയും പീരീഡ് വരെ ഇതൊക്കെ ബേസിക്കലി അപ്പീൽ ഫയൽ ചെയ്യുന്ന ടൈം പീരീഡാണ് പറയുന്നത്. അങ്ങനെ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫീസ് ഷാൽ നോട്ട് ബി വെക്കേറ്റഡ്. സോ നിങ്ങൾ ഓൾറെഡി ഡയറക്ടർ ആയിട്ടുള്ള കമ്പനീസിൽ നിങ്ങൾ വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈവൻ ഇഫ് യു ഹാവ് ബീൻ കൺവിക്റ്റഡ്. നിങ്ങൾക്ക് പുതിയൊരു കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പറ്റുമോ? പറ്റൂല, യു ആർ ഡിസ്ക്വാളിഫൈഡ്. ദാറ്റ് ഇസ് 164 ഡിസ്ക്വാളിഫിക്കേഷനും 167 വെക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പീൽ ഫയൽ ചെയ്താലും ഡിസ്ക്വാളിഫൈഡ് ആണ്. കാരണം അപ്പീൽ ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് കുറേ നമ്മൾ ഇന്ത്യൻ കോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്നെ കൺവിക്റ്റ് ചെയ്തു. അസ്യൂം ഇവിടെ ഞാൻ ഡിസ്ക്വാളിഫൈഡ് എന്നുള്ള പോയിന്റിന്റെ അവിടെയും ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആവൂല, ഞാൻ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കെതിരെ ഞാനൊരു ഒഫൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ കേസ് ഫയൽ ചെയ്ത് അതിന്റെ ഹിയറിംഗ് തന്നെ ഒരു 5-6 കൊല്ലെടുത്ത് കൺവിക്റ്റഡ് ആയി. ഇന്ത്യൻ കോർട്സിലൊക്കെ കൺവിക്റ്റഡ് ആയാലും ആർക്കപ്പം എത്ര പേടിയുള്ളത്? നേരെ ഹയർ അതോറിറ്റിക്ക് പോകും. ഹയർ അതോറിറ്റിക്ക് ഞാൻ അപ്പീൽ ചെയ്തു, അപ്പോഴും ഞാൻ ഡിസ്ക്വാളിഫൈഡ് അല്ല. ഇഫ് ദാറ്റ് ഇസ് ദ കേസ്, ഇവിടെ വീണ്ടും ഒരു 5-6 കൊല്ലം.
അവിടുന്ന് തെളിയിക്കപ്പെട്ടു, കൺവിക്റ്റഡ് ആയി, വീണ്ടും അപ്പീൽ സുപ്രീം കോർട്ട്, അതും വീണ്ടും 5-6 കൊല്ലം പോരാ അതിനേക്കാളും. അപ്പൊ ഇങ്ങനെ ഓൾറെഡി കുറെ കാലം ഇങ്ങനെ ആഡ് ചെയ്ത് കൂട്ടുമ്പോൾ തന്നെ ലോ മേക്കേഴ്സ് പറഞ്ഞത് പറ്റൂല, നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും യു ആർ ഡിസ്ക്വാളിഫൈഡ്. ബട്ട് വാട്ട് അബൌട്ട് ദ കമ്പനീസ് വേർ ഐ എം ഓൾറെഡി എ ഡയറക്ടർ, അവിടെ നിങ്ങൾ വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് വി ഗോയിങ് ടു സീ ഇൻ 167. സോ ദാറ്റ് വാസ് അബൌട്ട്, ഇത് സബ്സിക്വൻ്റ്ലി വരുന്നൊരു പോയിന്റ് ആട്ടോ. ഇത് 164 സബ്സെക്ഷൻ 3 പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പ്രൊവിസോയിൽ പറയണതാണ് 161 ഇങ്ങനെ പോയ പ്രശ്നം എന്താണ്, അപ്പീൽ ഫയൽ ചെയ്താലും വെക്കേറ്റ് ഇതാവും എന്നുള്ളത്, ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയതുകൊണ്ട് ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്തു. This was all about 164 subsection 1. ഇനി 164 subsection 2. രണ്ട് പോയിന്റ്സ് അവിടെ പറഞ്ഞ, രണ്ട് ചെറിയ പോയിന്റ്സ്. ലെറ്റ്സ് സീ. No person who is or has been a director is or has been a director of a company, ഒന്നെങ്കിൽ പ്രസന്റ്ലി ഡയറക്ടർ ആണ് അല്ലെങ്കിൽ പണ്ട് ഡയറക്ടർ ആയിരുന്നു. ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് എ കമ്പനി? രണ്ട് ടൈപ്പ് ഡിഫോൾട്ട് ചെയ്തിട്ടുള്ള കമ്പനി. ഫസ്റ്റ് ഡിഫോൾട്ട് പറയണത് ഇവരെ FS അല്ലെങ്കിൽ AR കണ്ടിന്യൂസ്ലി 3 വർഷത്തേക്ക് ഫയൽ ചെയ്തിട്ടില്ല, ഓർ ഹാസ് ഫെയിൽഡ് 3D ഡിഫോൾട്ട് വരുത്തി. ഡെപ്പോസിറ്റ്സ് റീപേ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്താൻ, ഡിബെഞ്ചേഴ്സ് റിഡീം ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് നടത്താൻ, ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡിന്റെ പേയ്മെന്റ്, ഈ കാര്യങ്ങൾ ഡിഫോൾട്ട് വരുത്തിയ കമ്പനി. സോ ദിസ് ഇസ് 164 സബ്സെക്ഷൻ 2. FS അല്ലെങ്കിൽ AR 3 വർഷം ഫയൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്, ഡിബെഞ്ചർ, ഡിവിഡൻഡ് ഇതിന്റെ പേയ്മെന്റിന് ഫെയിലിയർ വന്നു, ആൻഡ് ദാറ്റ് ഫെയിലിയർ കണ്ടിന്യൂസ് ഫോർ 1 year ഓർ മോർ. ഇതിന്റെ ഡ്യൂ ഡേറ്റ്, റീപേ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു, നിങ്ങൾ പൈസ അടച്ചില്ല, ഡയറക്ട്ലി നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്നല്ല പറയണത്, അവിടുന്ന് വീണ്ടും 1 year ഉണ്ട്, 1 year കഴിഞ്ഞു. ഇൻ ദാറ്റ് കേസ് 164 സബ്സെക്ഷൻ 2 അട്രാക്ട് ആയി, ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആയി. FS AR കണ്ടിന്യൂസ്ലി 3 വർഷം ഫയൽ ചെയ്തില്ല, ഡിബെഞ്ചർ, ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ് പേയ്മെന്റ് നടന്നില്ല, അവിടുന്ന് 1 year കഴിഞ്ഞു, ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആയി. എത്ര കാലം വരെ ഡിസ്ക്വാളിഫൈഡ്? 5 years. ലെറ്റ്സ് സീ. So once again, no person who is or has been a director of a company which has not filed FS or AR for a continuous period of 3 years or has failed to repay the deposits or interest thereon, redeem the debentures or interest thereon, pay dividend declared, and such failure to pay or redeem continues for 1 year or more. ഇത് ഈ സെക്കൻഡ് പോയിന്റിന്റെ ആണ്, ഈ 1 year എന്നുള്ള പോയിന്റ്. ഇനി ഈ രണ്ടിന് ഡിഫോൾട്ട് ഉണ്ടായ എന്തുണ്ടാവുക? ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് ഡിഫോൾട്ട് ആയ എന്തുണ്ടാവുക? ഷാൽ ബി എലിജിബിൾ ടു ബി റീഅപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ ഓഫ് ദാറ്റ് കമ്പനി. ഷാൽ ബി എലിജിബിൾ ടു ബി റീഅപ്പോയിന്റഡ്. എലിജിബിൾ ആവാൻ പറ്റും എന്നാ പറയണത്? അല്ല, സ്റ്റാർട്ടിംഗ് എന്താ പറഞ്ഞത്? നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ടു ബി റീഅപ്പോയിന്റഡ് എന്ന് പറയുമ്പോൾ അയാൾക്ക് റീഅപ്പോയിന്റഡ് ആവാൻ പറ്റൂല. സോ എന്ത് പറ്റൂല? ഓഫ് ദാറ്റ് കമ്പനി, ആ കമ്പനിയിൽ ഇയാളെ റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റൂല, ഫസ്റ്റ് പോയിന്റ്. ഓർ അപ്പോയിന്റഡ് ഇൻ അനദർ കമ്പനി ഫോർ 5 years. കുറച്ച് ട്രിക്കി പോയിന്റ് ആണ്. ഒരു കമ്പനിയിൽ, ഈ കമ്പനിയിൽ ഞാൻ ഡയറക്ടറാണ്, SU ഡയറക്ടറാണ്. ഈ കമ്പനി അവരെ FS അല്ലെങ്കിൽ AR 3 വർഷമായിട്ട് ഫയൽ ചെയ്തില്ല, അല്ലെങ്കിൽ അതിന്റെ 3 Ds. എന്തൊക്കെയാ 3 Ds? ഡെപ്പോസിറ്റ്, ഡിബെഞ്ചർ, ഡിവിഡൻഡ്, ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റും വാട്ടെവർ, ഇതിന്റെ ഡിഫോൾട്ട് വന്നു. ആൻഡ് ആ ഡിഫോൾട്ട് 1 year. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഐ കനോട്ട് ബി എ ഡയറക്ടർ ഇൻ അനദർ കമ്പനി, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണ് ഫോർ 5 years. വാട്ട് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ കമ്പനി വേർ ഐ മേഡ് ദ ഡിഫോൾട്ട്? ഇവിടുന്ന് ഞാൻ വെക്കേറ്റ് ചെയ്യണോ? അവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ബട്ട് വെൻ നിങ്ങൾ ടേം കഴിഞ്ഞ് റീഅപ്പോയിന്റ്മെന്റ് സമയമാകുമ്പോൾ റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റൂല. ഈ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക.
ഇവിടെ ക്ലിയർലി എന്താ പറഞ്ഞത്? ഇങ്ങനെ ഈ രണ്ടിൽ ഏതെങ്കിലും ഡിഫോൾട്ട് വന്ന ഡയറക്ടർ ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്. ഇവിടെ ഷാൽ ബി എന്ന് പറയുമ്പോൾ മേലെ നോ പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ് ഓഫ് ദാറ്റ് കമ്പനി, റീ അപ്പോയിന്റ്മെന്റ് ആസ് എ ഡയറക്ടർ ഓഫ് ദാറ്റ് കമ്പനി ഓർ അപ്പോയിന്റഡ് ഇൻ അനദർ കമ്പനി ഫോർ 5 years. അല്ല സാറേ, അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് ഡിസ്ക്വാളിഫൈഡ് ആയാൽ ഓട്ടോമാറ്റിക്കലി 167 വെക്കേഷൻ അട്രാക്ട് ആവും. അപ്പോൾ ഇവിടുന്ന് ഞാൻ വെക്കേറ്റ് ചെയ്യണ്ടേ ആസ് പെർ 167? ആസ് പെർ 167 വെക്കേറ്റ് ചെയ്യണ്ട. കാരണം ഈ പെർട്ടിക്കുലർ പോയിന്റിന് 167 ഒരു പ്രൊവിസോ ആഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇഫ് 164 സബ്സെക്ഷൻ 2 കാരണമാണോ ഡിഫോൾട്ട് സംഭവിച്ചത്, ഡിസ്ക്വാളിഫിക്കേഷൻ സംഭവിച്ചത്, വെക്കേറ്റ് ചെയ്യണ്ട എന്നുള്ളൊരു പ്രൊവിസോ 167 ആഡ് ചെയ്തിട്ടുണ്ട്. വിൽ ചെക്ക് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്, ദെൻ വിൽ കം ബാക്ക് ടു ദിസ്. 167 ഫസ്റ്റ് സെന്റൻസ് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ 167 ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇതിന്റെ മേജർ പോർഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയി വരും കേട്ടോ. ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു ലിങ്ക്. അപ്പോഴേ എന്താ സംഭവിക്കണം എന്നുള്ള മനസ്സിലാവുള്ളൂ. 167 പറഞ്ഞത് ഓഫീസ് ഓഫ് ഡയറക്ടർ ഷാൽ ബിക്കം വെക്കേന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഈ ഇൻകേഴ്സ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 164. 164 പറഞ്ഞ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വന്നാൽ വെക്കേഷനും ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ആയി. പിന്നെ പറയണ ഹവർ ഇഫ് ഹി ഇൻകേഴ്സ് എ ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ 164(2). 164 സബ്സെക്ഷൻ 1 9 പോയിന്റ്സ് ചെയ്യുന്നു. അൺസൗണ്ട്, ഇൻസോൾവെന്റ്, കോർട്ടിൽ നിന്ന് കൺവിക്റ്റഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. 164 സബ്സെക്ഷൻ 2 2 കാര്യങ്ങളായിരുന്നു. FS-AR 3 വർഷം ഫയൽ ചെയ്തില്ല, 3D ഡിഫോൾട്ട്. അപ്പോൾ അതാണ് 164 സബ്സെക്ഷൻ 2. സോ however if he incurs a disqualification under section 164 subsection 2, the office of a director shall become vacant in all the companies except the company which is in default under that subsection. ഡിഫോൾട്ട് വന്ന കമ്പനി അല്ലാത്ത ബാക്കി എല്ലാ കമ്പനിന്നും അയാൾ വെക്കേറ്റ് ചെയ്യണം. ഭയങ്കര പഞ്ചുള്ള സെന്റൻസ് ആട്ടോ. എനിക്ക് പുതിയ കമ്പനിയിൽ അപ്പോയിന്റഡ് ആവാൻ പറ്റുമോ? പറ്റൂല, ഡിസ്ക്വാളിഫൈഡ് ആണ്. നിലവിലുള്ള കമ്പനി ഞാൻ വെക്കേറ്റ് ചെയ്യണോ? അവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ റീ അപ്പോയിന്റഡ് ആവാൻ പറ്റുമോ? അവിടെ റീ അപ്പോയിന്റഡ് ആവാൻ പറ്റൂല. എവിടെ പോയി? ഓക്കെ, എവിടെയൊക്കെ എഴുതിയെന്നല്ലോ, പോയോ? അവിടെ റീ അപ്പോയിന്റഡ് ആവാൻ പറ്റൂല. വാട്ട് അബൌട്ട് ദി അതർ കമ്പനീസ് വേർ ഐ എം എ ഡയറക്ടർ? ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത് അനദർ കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പറ്റില്ല, ഡിസ്ക്വാളിഫൈഡ് ആണ്. എക്സിസ്റ്റിംഗ് കമ്പനിയിൽ നിന്ന് ഞാൻ വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് എനിക്ക് അവിടെ റീ അപ്പോയിന്റഡ് ആവാൻ പറ്റില്ല. വാട്ട് ഇഫ് ഐ എം ഓൾറെഡി എ ഡയറക്ടർ ഇൻ സം അതർ കമ്പനി? അവിടുന്ന് ഞാൻ വെക്കേറ്റും ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എന്തുണ്ടായത് ഫുള്ള് പറഞ്ഞുതരാം, വാട്ട് ഹാപ്പൻ എന്നുള്ളത്. നമ്മളെ കമ്പനി SU Limited, where there are SU is a director, Anwar is a director, Jobin is a director, and then there is another company. ഏതാ? വേറൊരു കമ്പനി ഉണ്ട്. അപ്പൊ ഇതേതാ? ഇത് സാർ ലിമിറ്റഡ്. വേണ്ട, അവസാനം എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. ടാസ് ലിമിറ്റഡ്. അവിടെ സനൽ, അവിനാഷ്, റമീസ്, ഇവർ മൂന്നാളും ഡയറക്ടേഴ്സാണ്. ഓർ I'll do it this way. SU ഡയറക്ടറാണ്. അപ്പോൾ സാസ് ലിമിറ്റഡ്. ഓക്കെ, 2 കമ്പനീസ്. നമുക്ക് മൂന്നാമത്തെ കമ്പനി കൂടി വേണേ. രാം, അബ്ബാസ്, ലിജിൽ. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, സി 3 കമ്പനീസ്. SU ലിമിറ്റഡിൽ SU, അൻവർ, ജോബിന്.
ഇവർ ഡയറക്ടേഴ്സ് ആണ്. Now what happened was, this particular company SU Limited ഇവർ ഡിഫോൾട്ട് വരുത്തി. ഏത് അവരെ FS അല്ലെങ്കിൽ AR ഫയൽ ചെയ്തില്ല 3 വർഷം, അല്ലെങ്കിൽ 3D ഡിഫോൾട്ട് വന്നു കഴിഞ്ഞിട്ട് 1 year അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. Now what will happen? ഇതിലെ ഡയറക്ടേഴ്സ് SU അൻവർ ജോബിന്, the first question is, do they need to vacate? വെക്കേഷൻ്റെ സെക്ഷൻ 167 പറഞ്ഞ് അവിടെ ക്ലിയർലി പറഞ്ഞത് എന്താ, ഡിഫോൾട്ട് വരുത്തിയ കമ്പനിയിൽ വെക്കേറ്റ് ചെയ്യണ്ട, അതല്ലാത്ത മറ്റ് കമ്പനീസിന് വെക്കേറ്റ് ചെയ്യണം. സോ ഇവിടെ ഞാൻ വെക്കേറ്റ് ചെയ്യണോ? നോ, അവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾ ടേം കഴിഞ്ഞാൽ റീഅപ്പോയിന്റഡ് ആവാൻ പറ്റുമോ? അത് പറ്റൂല എന്ന് ക്ലിയർലി 164 തന്നെ പറഞ്ഞു. 164 രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വേറെ കമ്പനീസിൽ 5 വർഷത്തേക്ക് അപ്പോയിന്റഡ് ആവാൻ പറ്റൂല, എക്സിസ്റ്റിംഗ് കമ്പനിയിൽ റീഅപ്പോയിന്റഡ് ആവാൻ പറ്റൂല. 167 വെക്കേഷനിൽ എന്താ പറഞ്ഞത്, എക്സിസ്റ്റിംഗ് കമ്പനിന്ന് വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റ് കമ്പനീസിൽ നിങ്ങൾ ഡയറക്ടർ ആണെങ്കിൽ വെക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ അസ്യൂം സാസ് ലിമിറ്റഡ്, അപ്പുറത്തുള്ള കമ്പനി സാസ് ലിമിറ്റഡ്, അതിൽ ആരൊക്കെ, സനൽ, അവിനാഷ്, SU 3 ഡയറക്ടേഴ്സ് ആണ്. നൗ സാസ് ലിമിറ്റഡ് ഡിഫോൾട്ട് ഒന്നും വരുത്തിയിട്ടില്ല 164 സബ്സെക്ഷൻ 2ന്റെ, പക്ഷേ SU ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം ആസ് പെർ 167. 167 പറഞ്ഞത് എക്സിസ്റ്റിംഗ് ഈ ഡിഫോൾട്ട് വരുത്തിയ കമ്പനിന്ന് വെക്കേറ്റ് ചെയ്യേണ്ട, മറ്റ് കമ്പനീസിന് വെക്കേറ്റ് ചെയ്യണം എന്ന് 167 പറയുന്നുണ്ട്. ഈ ചെങ്ങായി അപ്പുറത്തെ കമ്പനിയിൽ, ഇത് ഒരു തല്ലിപ്പൊളി കമ്പനിയിൽ ഡയറക്ടർ ചെയ്യുന്നു, ഡിഫോൾട്ട് വരുത്തിയ കമ്പനിയിൽ ഡയറക്ടറാണ്. അപ്പോൾ നിങ്ങളെ കമ്പനിയിലും ഡയറക്ടറായിട്ട് വെച്ചാൽ നിങ്ങളെ കൂടി കേടെടുത്താനുള്ള ചാൻസ് ഉണ്ട്. സനലെ, അവിനാശെ ഓനെ പുറത്തായിക്കാളെ ഓൻ വെക്കേറ്റ് ചെയ്യണം എന്നാണ് പറയണത്. സനലും അവിനാശും വെക്കേറ്റ് ചെയ്യണം? ഇല്ല ഭൈ, ഓരെന്താ ചെയ്തു? ഓരൊന്നും ചെയ്തിട്ടില്ല, ഒരു കമ്പനി ഒന്നും ചെയ്തിട്ടില്ല, ഓരൊന്നും ചെയ്തിട്ടില്ല. ഓർക്ക് അവിടെ തന്നെ നിൽക്കാം. SU സാസ് ലിമിറ്റഡിന് വെക്കേറ്റ് ചെയ്യണം. എക്സ് ലിമിറ്റഡ്, രാമ്, അബ്ബാസ്, ലിജില്, ഇതൊന്നും അറിയില്ല, അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇവര് SUനെ അപ്പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആസ് എ ഡയറക്ടർ. Can I be appointed in X Limited? No, I cannot be appointed. I am disqualified for 5 years as per section 164. എല്ലാത്തിൻ്റെ സെൻറ്റൻസ് റൗണ്ട് കൂടി റീഡിങ് കൊടുക്കുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതേ ടോപ്പിക്ക് എഴുതിയെടുക്കാൻ വേണ്ടി ടൈം തരാം. നമ്മൾ ആദ്യം 164 വായിച്ചത്, no person who 164 subsection 2, no person who is or has been a director of a company which has not filed financial statements or annual return for a continuous period of 3 years or failed to repay deposits or interest thereon, redeem any debentures on due date or pay interest due thereon, or pay any dividend declared, and such failure to pay or redeem continues for 1 year or more, shall be eligible, no person shall be eligible to be reappointed as a director of that company. അതേ കമ്പനിയിൽ എനിക്ക് ഡയറക്ടറായിട്ട് റീഅപ്പോയിന്റഡ് ആവാൻ പറ്റൂല. അപ്പോയിന്റഡ് ഇൻ അനദർ കമ്പനി ഫോർ 5 years, ആ രണ്ടും 164 ആണ്. ആ രണ്ടാണ് നമ്മളിവിടെ 164ന്റെ പറഞ്ഞത്. ഏത്? അതേ കമ്പനിയിൽ റീഅപ്പോയിന്റഡ് ആവാൻ പറ്റൂല, വേറെ കമ്പനിയിൽ 5 വർഷത്തേക്ക് ഡയറക്ടറായിട്ട് അപ്പോയിന്റഡ് ആവാനും പറ്റൂല. ഇനി വെക്കേറ്റ് ചെയ്യണോ എന്നുള്ളത് 167 പറയണത്. അവിടെ പറയണത്, the office of a director shall become vacant in case he incurs any disqualification specified in 164. 164 പറഞ്ഞ ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആയാൽ അയാൾ വെക്കേറ്റ് ചെയ്യണം. However, if he incurs disqualification under 164 subsection 2, ഇപ്പൊ നമ്മൾ വായിച്ചത്, the office of director shall become vacant in all the companies except the company in which the default under that subsection. ഡിഫോൾട്ട് വരുത്തിയ കമ്പനിന്ന് വെക്കേറ്റ് ചെയ്യണ്ട, ബാക്കി കമ്പനീസിന് വെക്കേറ്റ് ചെയ്യണം. ആ ബേസിസിലാണ് നമ്മൾ ഇവിടെ ഈ പോയിന്റ് പറഞ്ഞത്. ഡിഫോൾട്ട് വരുത്തിയ കമ്പനിന്ന് വെക്കേറ്റ് ചെയ്യണോ? ഈ പോയിന്റ് വേണ്ട, വെക്കേറ്റ് ചെയ്യണ്ട. മറ്റ് കമ്പനീസിൽ SU എവിടെയുള്ള, SU ഇവിടെ ഡയറക്ടറാണ്, ഈ SU തന്നെയാണ് ഈ SU. അപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. നമ്മൾ 167 നമ്മൾ വായിച്ചു. ഈ കമ്പനിയിൽ നിന്ന് തന്നെ ഓൾ ഓഫ് എ സഡൻ നമ്മൾ ഇവരെല്ലാവരും വെക്കേറ്റ് ചെയ്യിക്കാൻ നിന്നാലേ ഇതാകെ പണി പാളും. ആദ്യമേ കൊളായി കിടക്കുന്ന കമ്പനിയാണ്, അവിടുന്ന് ഡയറക്ടേഴ്സിനെ എല്ലാവരും അപ്പം തന്നെ പുറത്താക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും. സോ അവിടെ അവർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ലോ മേക്കേഴ്സ് പറയുന്നത്. റൈറ്റ് ഡൗൺ.
I hope that is done. That was 164 subsection 2. 164 subsection 2 shall not apply to government company. Exception. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെന്റ് കമ്പനി ആരെങ്കിലും എടുത്തുനിന്ന് പൈസ പബ്ലിക് ഡെപ്പോസിറ്റ് എടുത്തു, ഡിബെഞ്ചേഴ്സ് എടുത്തിട്ട് പൈസ തിരിച്ചു കൊടുത്തില്ല, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് പൈസ കൊടുത്തില്ല, അതിൽ ഡയറക്ടേഴ്സിന് ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആവില്ല. അവർക്ക് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഒരു പ്രൊവിസോ. പ്രൊവൈഡഡ് ദാറ്റ് വേർ എ പേഴ്സൺ is appointed as a director in a company which is in default of clause A or clause B. clause A എന്താ, നമ്മൾ FS അല്ലെങ്കിൽ AR ഫയൽ ചെയ്തില്ല എന്നുള്ളത്. clause B എന്താണ്, ആ 3Ds ഡിഫോൾട്ട്, ഡിബെഞ്ചർ, ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ്. He shall not incur disqualification for a period of 6 months from the date of his appointment. ഡിഫോൾട്ട് വരുത്തിയ കമ്പനി SU ലിമിറ്റഡ്, ഇത് ഇവർ എന്തിന് ഡിഫോൾട്ട് വരുത്തി? 164 subsection 2 clause A or clause B, whatever. ഇവിടെ പുതിയ ഒരാൾ അപ്പോയിന്റ് ചെയ്യണം നോക്കാം. ഇവിടെ ആരുടെ അപ്പോയിന്റ് ചെയ്യണം? ആരെ അപ്പോയിന്റ് ചെയ്യണം? തരുൺ അപ്പോയിന്റ് ചെയ്യണം. തരുൺ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണം. Now a question that arises is, തരുൺ ഈ കമ്പനിയുടെ ഡയറക്ടർ ആവുമ്പോൾ isn't he a director of a company that has made a default under 164 subsection 2? Yes. So isn't he disqualified? തരുൺ ഇപ്പൊ വന്നിട്ടുള്ളൂ, ആളതൊന്നും അറിഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ 164 ലാംഗ്വേജ് പറഞ്ഞ എന്താ? നോ പേഴ്സൺ ഹൂ ഇസ് ഓർ ഹാസ് ബീൻ പ്രസന്റ് അല്ലെങ്കിൽ പാസ്റ്റ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി വിച്ച് ഹാസ് മെയ്ഡ് ദ ഫോളോയിങ് ഡിഫോൾട്ട്. അപ്പൊ ഈ ബേസിസിൽ നോക്കുമ്പോൾ ഇപ്പൊ അപ്പോയിന്റഡ് ആയിട്ടുള്ള തരുണും ഡിസ്ക്വാളിഫൈഡ് അല്ലേ? ബിക്കോസ് ഹി ഈസ് എ ഡയറക്ടർ, പ്രസന്റ് ഡയറക്ടർ ആണ് ഓഫ് എ കമ്പനി ദാറ്റ് ഹാസ് മേഡ് എ ഡിഫോൾട്ട്. അവിടെ അതിനാണ് ലോ മേക്കേഴ്സ് സ്പെസിഫിക്കലി ഈ പ്രൊവിസോ ഇവിടെ പറഞ്ഞത്. അയാൾ അപ്പോയിന്റഡ് ആയി കഴിഞ്ഞാൽ 6 മാസം വരെ ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആവൂല. പുതിയ ഡയറക്ടേഴ്സ്, ഒരു ഡിഫോൾട്ട് വരുത്തിയ കമ്പനിയിൽ നിങ്ങൾ പുതിയ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു. അതായത് ബേസിക്കലി ഇതിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് തരുൺ അപ്പോയിന്റ് ചെയ്തത്. അപ്പോയിന്റഡ് ആയി കഴിഞ്ഞാൽ 6 മന്ത്സ് വരെ ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്ട് ആവില്ല. തരുൺ ഭായ്, നിങ്ങളുടെ അടുത്ത് 6 മാസത്തെ ടൈം ഉണ്ട് ഈ കമ്പനിയിലുള്ള ഈ ഡിഫോൾട്ട് വരുത്തിയ സാധനങ്ങളൊക്കെ ശരിയാക്കാൻ. നിങ്ങൾ അപ്പോയിന്റഡ് ആയിട്ട് 6 മാസമായിട്ട് നിങ്ങൾക്ക് ഈ കമ്പനീനെ ശരിയാക്കാൻ പറ്റിയില്ലേ, രക്ഷപ്പെടുത്താൻ പറ്റിയില്ലേ, നിങ്ങളും രക്ഷപ്പെടൂല, നിങ്ങളും ഡിസ്ക്വാളിഫൈഡ് ആവും. ഇതാണ് ലോ മേക്കേഴ്സ് ഇവിടെ പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് where a person is appointed as a director of a company which is in default of clause A or clause B, he shall not incur disqualification for a period of 6 months from the date of his appointment. I hope that point is also done. 164 subsection 3-ൽ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ്റെ പോയിന്റ് കേട്ടോ. 164-ൽ 3 സബ്സെക്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞത്. ഇതിൽ പറയണത്, ഇത് നമ്മൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 1.31 പറഞ്ഞത്, എ പ്രൈവറ്റ് കമ്പനി നോട്ട് ബീയിങ് എ സബ്സിഡറി ഓഫ് എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി നമ്മൾ പബ്ലിക് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അത് പബ്ലിക് കമ്പനിയുടെ സെക്ഷൻ 2 clause 71 തന്നെ പറയുന്നുണ്ട്. എന്ത്? and includes a subsidiary of a public company. SU Limited, US Private Limited എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മോർ ദാൻ ഹാഫ് ഷെയർസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഈവൻ ദോ ദിസ് ഇസ് എ പ്രൈവറ്റ് കമ്പനി, ഇറ്റ് ഷാൽ ബി ഡീംഡ് ടു എ പബ്ലിക് കമ്പനി. സോ അത് അവരോട് വീണ്ടും ക്ലിയർലി പറയാണ്, എ പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് നോട്ട് ബീങ് എ സബ്സിഡറി ഓഫ് എ പബ്ലിക് കമ്പനി ഈസ് പെർമിറ്റഡ് ടു പ്രൊവൈഡ് ഫോർ അഡീഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് ത്രൂ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് എ പേഴ്സൺ ആസ് എ ഡയറക്ടർ ബിസൈഡ്സ് ദോസ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1 and 2 under section 164. Thus, it may specify certain qualifications like a graduate shall only be a director or a prospective director should hold certain number of qualification shares, etc. ഇങ്ങനത്തെ പോയിന്റ്സ് മെൻഷൻ ചെയ്യാം. ചുരുക്കി പറഞ്ഞവിടെ പറഞ്ഞത് വെച്ചാൽ 164-ൽ സബ്സെക്ഷൻ 1-ൽ നിങ്ങൾക്ക് 9 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, സബ്സെക്ഷൻ 2-ൽ നിങ്ങൾക്ക് നമ്മൾ 2 പോയിന്റ്സും പറഞ്ഞു ഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ.
These are the factors on the basis of which ഒരു ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇനി സബ്സെക്ഷൻ 3യിൽ ലോ മേക്കേഴ്സ് പറയാണ് പ്രൈവറ്റ് കമ്പനിക്ക് ഇൻ അഡീഷൻ ടു ഓൾ ദീസ് പോയിന്റ്സ് അവർക്ക് അവരെ ആർട്ടിക്കിൾസിൽ എന്ത് പോയിന്റ് ഇടാം ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് ഡയറക്ടേഴ്സ് ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ വേണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ അസ്യൂം ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ നമ്മൾ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുള്ളൂ. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലാത്ത ആൾക്കാരോട് ഡിസ്ക്വാളിഫൈഡ് ആവും. അതിനോട് ഫസ്റ്റ് എക്സാമ്പിൾ പറയണം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രാജുവേറ്റിനെ ആവാൻ പറ്റുള്ളൂ. ഓർ ക്വാളിഫിക്കേഷൻ ഷെയർസ് ഹോൾഡ് ചെയ്യണം എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുക. ഇതൊരു പ്രാവശ്യം എക്സാമിൽ വന്ന ക്വസ്റ്റൻ ആട്ടോ. വാട്ട് ഇസ് ക്വാളിഫിക്കേഷൻ ഷെയർസ്? നമ്മൾ ഒരു ഇതിന്റെ മുമ്പ് ഏതൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ദ മിനിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് എ ഡയറക്ടർ ഇസ് സപ്പോസ് ടു ഹോൾഡ്. എ പേഴ്സൺ ഇസ് സപ്പോസ് ടു ഹോൾഡ് ടു ബി എ ഡയറക്ടർ. 2013 ആക്ടില് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. കമ്പനീസ് ആക്ട് 2013 ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ ഷെയർസ്. ഈ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു 1956 ആക്ടിൽ. ഇഫ് യു വാണ്ട് ടു ബി എ ഡയറക്ടർ ഇൻ എ കമ്പനി ദർ ആർ മിനിമം നമ്പർ ഓഫ് ഷെയർസ്. നിങ്ങൾ ഇത്രയെങ്കിലും ഷെയർസ് ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. 2013 ആക്ടിൽ ഈ കോൺസെപ്റ്റ് ഇല്ല. ബട്ട് ഇപ്പോഴും വേണമെങ്കിൽ ഒരു കമ്പനിക്ക് കമ്പൽസറി ആക്കാം. ഏത്? ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവർ ആർട്ടിക്കിൾസിൽ പറയാൻ പറ്റും, നമ്മളെ കമ്പനിയിൽ ഡയറക്ടർ ആവണോ നിങ്ങൾ ഇത്രയെങ്കിലും ഷെയർസ് ഹോൾഡ് ചെയ്യണം, ക്വാളിഫിക്കേഷൻ ഷെയർസ് ഹോൾഡ് ചെയ്യണം, എന്നാലേ നിങ്ങൾ ഡയറക്ടർ ആവുള്ളൂ എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷെയർസ് ഹോൾഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഡയറക്ടർ ആവാൻ പറ്റില്ല. സോ ഇവിടുന്ന് ഇൻഡയറക്ട്ലി ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വന്നിരുന്നത്, ഐ ബിലീവ് ഇറ്റ് വാസന്റ് ഇൻ CA എക്സാം. ഓക്കെ, ഐ ഗെസ് ഇറ്റ് വാസ് ഇൻ CS എക്സാം. ഒരു പ്രാവശ്യം വന്നിരുന്നത് ക്വാളിഫിക്കേഷൻ ഷെയർസ് ഇപ്പോൾ റിക്വയർഡ് ആണോ ആസ് പെർ കമ്പനീസ് ആക്ട്, സംതിങ് ലൈക്ക് ദാറ്റ് ദേ ഹാഡ് ആസ്ക്ഡ്. ക്വാളിഫിക്കേഷൻ ഷെയർസ് റിക്വയർഡ് ആണോ വെച്ചാൽ ഡയറക്ട്ലി ദി ആൻസർ ഇസ് നോ. ബട്ട് ഇൻഡയറക്ട്ലി നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണമെങ്കിൽ അവർ ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിട്ട് ക്വാളിഫിക്കേഷൻ ഷെയർസ് കമ്പൽസറി ആക്കാൻ പറ്റും. അത്ര ഹോൾഡ് ചെയ്താലേ ഡയറക്ടർ ആവുള്ളൂ എന്നുള്ള പോയിന്റ് പറയാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അനദർ ഒരു പോയിന്റ് കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷനാണ് ക്ലോസ് ചെയ്യാം. നമ്മൾ 164 സബ്സെക്ഷൻ 2-ൽ വി ഹാഡ് മെൻഷൻഡ് എന്ത്, FSIR 3 വർഷമായിട്ട് ഫയൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഡിബെഞ്ചർ ഡെപ്പോസിറ്റ് ഡിവിഡൻഡ്, അല്ലെങ്കിൽ ഡിബെഞ്ചർ ഡെപ്പോസിറ്റ് റീപേയ്മെന്റ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, വാട്ട് എവർ. ഇതിന്റെ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ യു ആർ ഡിസ്ക്വാളിഫൈഡ് ടു ബി എ ഡയറക്ടർ ഫോർ 5 years എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ അസ്യൂം SU, നമ്മൾ SU ലിമിറ്റഡ് തന്നെ എടുക്കുക. SU ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് വരുത്തിയ കമ്പനി. അസ്യൂം ദിസ് ടൈം നമ്മൾ ഈ പെർട്ടിക്കുലർ സാധനത്തിന്, നേരത്തെ എക്സാമ്പിൾ നമ്മൾ FSIR ഫയൽ ചെയ്തില്ല എന്നാണ് പറഞ്ഞത്, ഐ ഗെസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അസ്യൂം നമ്മൾ ഡിബെഞ്ചർ റീപേ ചെയ്തില്ല, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു, 1 വർഷമായി, SU ഡിസ്ക്വാളിഫൈഡ് ആണ്. SU വെക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് റീ അപ്പോയിന്റ്മെന്റ് എലിജിബിൾ ആവില്ല നമ്മൾ പറഞ്ഞു. വെക്കേറ്റ് ചെയ്യണ്ട, എനിക്ക് ഇനി ഈ കമ്പനിയിൽ 2 വർഷം കൂടി ടേം ഉണ്ട് എന്ന് വെക്കാം. ഈ 2 വർഷം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഈ 1 year കഴിഞ്ഞിട്ടോ. അതായത് ഇവിടെയാണ് ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവണ പോയിന്റ്. 1 year വരെ ഞാൻ പൈസന്റെ ഡ്യൂ ഡേറ്റ്, റീപേ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവുന്നില്ല. അവിടുന്ന് 1 year ടൈം ഉണ്ട്. 1 year ആയിട്ട് ഞാൻ പൈസ കൊടുത്തില്ല എൻ്റെ കമ്പനി, ഐ എം ഡിസ്ക്വാളിഫൈഡ്. ഫോർ ഹൗ മെനി പീരിയഡ്? ഫോർ 5 years. ഈ കമ്പനിയിൽ ഐ ഹാവ് 2 more years. അസ്യൂം 2 years കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ റീ അപ്പോയിന്റഡ് ആവാൻ പറ്റുമോ? റീ അപ്പോയിന്റഡ് ആവാൻ പറ്റൂല. ബട്ട് എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഇനി എത്രയുള്ളത്? ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളത് ഇനി 3 years ആണ്. എൻ്റെ ടേം 2 years, ഞാൻ ഇവിടെ ഉള്ള പീരീഡ് ഓൾറെഡി, അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ 5 years സ്റ്റാർട്ട് ചെയ്യണത് ഈ പീരീഡിൽ നിന്നാണ്. എൻ്റെ ടേം അത് കഴിഞ്ഞിട്ടും കമ്പനിയിൽ 2 വർഷം ഉണ്ടെങ്കിൽ ആ 2 വർഷം കഴിഞ്ഞിട്ടുള്ള പീരീഡാണ് പിന്നെ എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളത്. ബട്ട് വാട്ട് എവർ മേ ബി ദ കേസ്, ഈ 5 വർഷത്തേക്ക് എനിക്ക് വേറെ കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പറ്റൂല. ഐ എം ഡിസ്ക്വാളിഫൈഡ് ഫോർ 5 years. ഞാൻ ഓൾറെഡി വേറെ ഡയറക്ടർ ആയിട്ടുള്ള മറ്റ് കമ്പനീസ് പറയാം ഓൾറെഡി ആ ഡയറക്ടർ അവിടെ ഞാൻ വെക്കേറ്റും ചെയ്യേണ്ടി വരും. ബട്ട് ദിസ് പെർട്ടിക്കുലർ കമ്പനി ഇനി എനിക്ക് 3 വർഷത്തിന് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് എൻ്റെ ടേം കഴിഞ്ഞാൽ ഉണ്ടാവുക. 3 ഫോം നമ്പേഴ്സ് കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. വിത്ത് ദാറ്റ് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള 3 ഫോംസ്: DIR 8, DIR 9, DIR 10. ലെറ്റ്സ് സീ. ഒരു ഡയറക്ടർ when he becomes disqualified, director he submits to every company where he is a director DIR 8 submit ചെയ്യും, informing about his disqualification. DIR 8 ബേസിക്കലി ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണോ ഡിസ്ക്വാളിഫൈഡ് അല്ലേ എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഫോം നമ്പറാണ്. നിങ്ങൾ ഓഡിറ്റേഴ്സിൻ്റെ ചാപ്റ്ററിൽ
ഓഡിറ്റ് റിപ്പോർട്ട് പഠിക്കുമ്പോൾ അവിടെയും വൺ ഓഫ് ദി ഫാക്ടർ ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നത് വെദർ ദ ഡയറക്ടേഴ്സ് ആർ ഡിസ്ക്വാളിഫൈഡ് അണ്ടർ 164 സബ്സെക്ഷൻ 2 എന്നുള്ളത് ഇറ്റ് വാസ് വൺ ഓഫ് ദി ഫാക്ടർ. സോ എല്ലാ വർഷവും ഓഡിറ്റേഴ്സ് ഈ പോയിന്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് കളക്ട് ചെയ്യും ഡയറക്ടേഴ്സിന്റെ അടുത്ത്. സോ ദ ഫോം നമ്പർ ഓവർ ഹിയർ ഇസ് DIR8. ഡയറക്ടർ എല്ലാ കമ്പനീസിനും സബ്മിറ്റ് ചെയ്യും വെർ ഈസ് എ ഡയറക്ടർ, വെദർ ഹീസ് ഡിസ്ക്വാളിഫൈഡ് ഓർ നോട്ട്. പിന്നെ ഒരു കമ്പനി 164 സബ്സെക്ഷൻ 2ന്റെ അണ്ടറിൽ ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ കമ്പനി ROCക്ക് DIR9 സബ്മിറ്റ് ചെയ്യും വിത്തിൻ 30 days. ഈ DIR9ൽ ആ കമ്പനിയിലുള്ള ഡയറക്ടേഴ്സിന് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നെയിം അഡ്രസ്സ് കാര്യങ്ങൾ ഫുൾ ROCക്ക് സബ്മിറ്റ് ചെയ്യും. ഇഫ് കമ്പനീൻ്റെ സൈഡിൽ നിന്ന് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏത് ഡിഫോൾട്ട് സംഭവിച്ചാൽ 164 സബ്സെക്ഷൻ 2ൽ പറഞ്ഞ ഡിഫോൾട്ട്, ഒരു ഡയറക്ടർ അവർ ഡിസ്ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ ROCനെ അറിയിക്കുന്ന ഫോം നമ്പറാണ് DIR10. ഡിസ്ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ DIR10 is for application for removal of disqualification. സോ ഈ 3 ഫോം നമ്പേഴ്സ് ആണ് ഇവിടെ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളത്. DIR8, DIR9, DIR10. DIR8 ഡയറക്ടേഴ്സ്, ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എല്ലാ കമ്പനീസിനും അറിയിക്കുന്ന ഫോം നമ്പറാണ്. DIR9 164 സബ്സെക്ഷൻ 2ൽ ഡിഫോൾട്ട് വരുത്തിയ കമ്പനി ROCനെ അറിയിക്കുന്ന ഫോം നമ്പറാണ് വിത്തിൻ 30 days. അതിൽ ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് മെൻഷൻ ചെയ്യും. DIR10 ഡിസ്ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ഡയറക്ടർ ROCക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഫോം നമ്പർ. വിത്ത് ദാറ്റ് നമ്മൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞു. ഐ ഹോപ്പ് you had written down all the required points. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ റിക്വയർഡ് ആയിട്ടുണ്ടെങ്കിൽ I'll move through all the areas. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. വൺ 164 3 സബ്സെക്ഷൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. 3 സബ്സെക്ഷൻസും ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റിയെന്ന്. സബ്സെക്ഷൻ 1 9 പോയിന്റ്സ് ഉണ്ടായിരുന്നു. സബ്സെക്ഷൻ 2 2 പോയിന്റ്സാണ് പറഞ്ഞത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആനുവൽ റിട്ടേൺ ഫയലിംഗിന്റെ ഡിഫോൾട്ട്, പിന്നെ 3 ഡീൻ്റെ ഡിഫോൾട്ട്, ഡെപ്പോസിറ്റ്, ഡിബെഞ്ചർ, ഡിവിഡൻഡ്. പിന്നെ സബ്സെക്ഷൻ 3 പ്രൈവറ്റ് കമ്പനിക്ക് അഡീഷണൽ ഗ്രൗണ്ട്സ് ആഡ് ചെയ്യുക എന്നുള്ള പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വൺ 167 നമ്മൾ എടുക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ്. ഇപ്പോൾ 164 റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഫുള്ള് നമ്മൾ ഇതിന്റെ കൂടെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയി. ഇത് നമ്മൾ എക്സാമ്പിൾ 164ന്റെയും 167ന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ.